നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് യൂണിവേഴ്സൽ എന്തൊക്കെ മെസ്സേജാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നൽകുന്നതെന്നാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാരോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് വളരെയധികം ഒരു ഗൈഡൻസും വഴികാട്ടിയുമായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആയതിനാൽ പലരുടെയും എനർജി കയറി വരുന്നതിനാൽ എല്ലാവർക്കും അത് റെസനേറ്റ് ആവണമെന്നില്ല. അപ്പം നിങ്ങളുടെ സാഹചര്യങ്ങൾ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തത് വിട്ടുകളയുക. അതുപോലെ എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്കിന്ന് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അതായത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെ ഒരുപാട് നാളത്തെ കുറേ ശ്രമങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾ കുറേ കാലങ്ങൾ കൊണ്ട് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരുന്ന വ്യക്തികളാണ്. ചിലപ്പോൾ അത് ഫിനാൻഷ്യൽ ആവാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം, ചെറിയ കുട്ടികൾ വിദ്യാഭ്യാസ സംബന്ധമായ, അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പഠിക്കണമെന്ന ആഗ്രഹം, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നതാവാം. അങ്ങനെ നിങ്ങൾക്കൊരു സ്റ്റക്കായിട്ട് നിന്ന ഒരു സാഹചര്യം, നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടാവാം, ഒരുപാട് അതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തിയിട്ടുണ്ടാവാം. പക്ഷേ എന്നാലും നിങ്ങൾക്ക് അത് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ നിന്ന ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളുടെ പല സ്വപ്നങ്ങളാവാം. എന്ത് കാര്യമാണെങ്കിലും ആ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ്സോട് കൂടി നിങ്ങളിലേക്ക് വന്ന് ചേരുകയാണെന്നും നിങ്ങൾക്കതൊരു ഓപ്പണിംഗ് ടൈം ആയിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്കത് തുടങ്ങി വയ്ക്കാനുള്ള ഒരു സ്റ്റാർട്ടിംഗ് ടൈമായിട്ടും നിങ്ങളിലേക്ക് അത് വന്ന് ചേരേണ്ട സമയമായിട്ടും അതൊരു യൂണിവേഴ്സലിൻ്റെ ഒരു ടൈമിംഗ് നിങ്ങളുമായിട്ട് അത് കണക്റ്റഡ് ആവുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്കിടെ ഏത് സാഹചര്യമാണോ ആ സാഹചര്യം നിങ്ങളിലേക്ക് ഉടനെ തന്നെ വന്നു ചേരുന്നു. ഇന്ന് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു തീരുമാനം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു നല്ലൊരു റിസൾട്ട് നിങ്ങളിലേക്ക് ഇന്ന് എത്തിച്ചേരും. നിങ്ങൾ ഏത് സാഹചര്യത്തിന് വേണ്ടിയാണോ വെയിറ്റ് ചെയ്തത്, ആഗ്രഹിച്ച് നിന്നത്, മറ്റൊന്നിനെയും ആഗ്രഹിക്കാതെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്, അത് സാമ്പത്തികമായാലും നിങ്ങളുടെ എഡ്യൂക്കേഷൻ സംബന്ധമായാലും കരിയർ ഏത് സാഹചര്യമായാലും അതിന് ഇന്ന് നിങ്ങൾക്കൊരു നല്ല റിസൾട്ട്, ഒരു ഓപ്പണിംഗ് ടൈമാണ് എന്നാണ് കാണുന്നത് കേട്ടോ. അടുത്തത് നമുക്ക് 7 ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടു കൂടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ വളരെ കരുത്തോടു കൂടി തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പല രീതിയിലും. അതായത് ഒരു ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടാളക്കാർ അങ്ങനെയൊക്കെ ഉള്ളവരെ പോലുള്ള വ്യക്തികളോ എന്താണെങ്കിലും ഒരു പിടിച്ചടക്കാൻ വേണ്ടി പല കാര്യങ്ങളും ശ്രമിച്ചിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയോടെ നിങ്ങൾ ഏതൊക്കെയോ സാഹചര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജസ്റ്റിസ് കിട്ടാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്നവർ നിയമപരമായൊരു പോരാട്ടം നടത്തിക്കൊണ്ടിരുന്നിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും ഒരു തർക്കം, സ്ട്രഗ്ലിങ്, പ്രോബ്ലംസ്, വഴക്ക്, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ ചിലപ്പോൾ ഒരു കോടതി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഒരു ജസ്റ്റിസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിന്നൊരു പുതിയ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു പുതിയ സാഹചര്യം നിങ്ങൾക്കിന്ന് വരികയാണെന്നാണ് കാണുന്നത്. അത് ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും പ്രഷ്യസ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്കൊരു നീതി കിട്ടാൻ പോകുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്കതിനൊരു തീരുമാനം, നിങ്ങൾക്ക് എന്താണ് അർഹമാകുന്നത്, നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തിനും പ്രവർത്തിക്കും അനുസരിച്ച് നിങ്ങൾക്ക് അർഹമാകുന്ന ഒരു നീതി നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. അത് നിങ്ങളുടെ സ്ട്രഗിളിങ്ങിനാണേലും നിങ്ങൾ ആരെങ്കിലുമായിട്ടുള്ള പ്രോബ്ലത്തിന് ഫലമായിട്ടാണെങ്കിലും നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന പേജ് ഓഫ് കപ്സ് ആണ്. പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഇമോഷൻ, നമ്മുടെ ഒരു പഴയ കാര്യങ്ങളെക്കുറിച്ച്, ഒരു പ്രണയമാവാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയോടുണ്ടായ സൗഹൃദമാവാം, ഒരു ഭയങ്കരമായ സോൾമേറ്റ്, നല്ലൊരു സൗഹൃദം നിങ്ങളിലേക്ക് വന്നു ചേരാം ഇന്ന്. അതല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മൈൻഡ് കോൺഫ്ലിക്റ്റ് ആയത്, ചിലപ്പോൾ ഒരു വ്യക്തിയോട് തുറന്ന് പറയാൻ മടിച്ചിരുന്നൊരു കാര്യമാവാം, അല്ലെങ്കിൽ പലരുമായിട്ട് നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പോരാടി നിൽക്കുന്നൊരു വ്യക്തിയാവാം. അങ്ങനെ ഒരുപാട് ചിലപ്പോൾ ഒരു സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ
തർക്കം നടത്തിയിട്ടുണ്ടാവാം പലരോടും. അപ്പോൾ ആ ഒരു സാഹചര്യം ഇന്ന് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വളരെ റിലാക്സ് ആയിട്ട് ആ ഒരു ബന്ധത്തെ ചേർത്തു പിടിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അകന്ന് നിന്ന ആ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. മറ്റുള്ളവരുടെ സമ്മർദ്ദം മൂലമോ അല്ലെങ്കിൽ ഏതൊക്കെയോ ഒരു സാഹചര്യത്തിൽ നിങ്ങളിൽ നിന്നും ഒരു കോൺഫ്ലിക്റ്റ് കാരണം, ഒന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സംശയം തോന്നിയതിൻ്റെ പുറത്തുമൊക്കെ നിങ്ങളിൽ നിന്നും മാറി നിന്ന ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു ബന്ധം ഇനി നിങ്ങളിലേക്ക് വളരെ ആഴത്തിൽ ശുദ്ധവും ആത്മാർത്ഥവുമായ രീതിയിൽ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്കിനി അതിനകത്ത് മറ നീക്കി വളരെ വിശ്വസ്തയോടുകൂടി ആ ബന്ധത്തെ കാണാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന 10 ഓഫ് വാൻസ് ആണ് കേട്ടോ. നിങ്ങൾ ഒരുപാട് ബർഡൻ ചുമക്കുന്നുണ്ടായിരുന്നു. അത് കരിയർ സംബന്ധമായത് മാത്രമല്ല, നിങ്ങളുടെ ഫാമിലി ആയിട്ടും ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ ചുമക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ജോബ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥയാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ മറ്റൊരു വ്യക്തിത്വം നിങ്ങളെ ഒരുപാട് മെൻ്റൽ ടോർച്ചർ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് ബ്ലോക്കേജ് വരുത്തുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിലുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലിക്കയറ്റത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൽ തടസ്സങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹമാകുന്ന ഒരു സാലറിയോ കാര്യങ്ങളോ നിങ്ങൾക്ക് ലഭിക്കാതെയൊക്കെ വരുന്ന ഒരുപാട് രീതിയിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗ്ലിങ്, അതായത് ഒരുപാട് ബർഡൻ ചുമക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഫാമിലി സംബന്ധമായിട്ടും അല്ലാതെയും ഒക്കെ. ഇനിയിപ്പോൾ നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ടൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ ഓവർ വർക്ക് ചെയ്യേണ്ടതായിട്ട്, ബർഡൻ ചുമക്കേണ്ടതായിട്ടും ചുമതലകൾ ഏറ്റു നടത്തുന്നതായ കുറേ വ്യക്തികളുടെ സാഹചര്യമാണ് നമുക്ക് കാണുന്നത്. അതുപോലെ നിങ്ങൾക്ക് മുന്നിൽ മറ്റൊരു വ്യക്തിയുടെ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജ് ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി നിങ്ങൾക്കൊരു പ്രതീക്ഷയും സ്കോപ്പും ഒരു റിലാക്സും സമാധാനവും ഒക്കെയാണ് വരാൻ പോകുന്നതെന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന 2 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പ്രെയറിൻ്റെ ഫലം, പ്രാർത്ഥനയുടെ ഫലം, നിങ്ങളുടെ ഒരു ഹൃദയം തുറന്ന ഒരു വളരെയധികം വിശ്വസ്തമായ ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു പങ്കാളിത്തം നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾക്കൊരു വിവാഹം, ജീവിതമൊക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾ ചിലപ്പോൾ കുറേ കാലമായി പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളാവാം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പാർട്ട്ണറിന് വേണ്ടിയിട്ട്. പക്ഷേ ആ ഒരു സാഹചര്യം ഇനി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് മറ്റൊരു ദിശയിലേക്ക്, നിങ്ങളുടെ ജീവിതം ഇനി വേറൊരു സാഹചര്യത്തിലേക്ക് മാറുകയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഏറ്റവും നല്ല നിങ്ങളുടെ ഒരു ടിൻ ഫ്ലെയിം ജേണിയിൽപ്പെട്ട, അതായത് നിങ്ങളുടെ സോളിൻ്റെ അതേ സെയിം, നിങ്ങളുടെ സോളിനെ രണ്ടാക്കി വിട്ടതിലെ പോയ ആ സോൾ നിങ്ങളിലേക്ക് തിരിച്ചു വന്ന് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുന്ന, ഒരേ സോളായി തീരുന്ന ഒരു സാഹചര്യം, ഒരു ബന്ധം നിങ്ങളിലേക്ക് വരികയാണ്. ഇന്ന് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇത് സണ്ണാണ്. നിങ്ങൾക്ക് വിജയമാണ്. നിങ്ങൾക്കിനി ഒരിക്കലും പിന്നിലേക്ക് നോക്കേണ്ട വരില്ല. നിങ്ങളുടെ ഹാർട്ട് ബ്രേക്കിങ്, നിങ്ങളുടെ ബ്ലോക്കേജ്, നിങ്ങൾ എവിടേക്കോ സ്റ്റക്കായി പോയ വ്യക്തിയാണ്. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് മൂവിങ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത സാഹചര്യത്തിലൊക്കെ നിങ്ങൾ വളരെയധികം സ്റ്റക്കായി നിന്ന വ്യക്തികളുണ്ട് ഇതിനകത്ത്. സാമ്പത്തികമായ കാര്യത്തിലാവാം, വിജയത്തിന് വേണ്ടിയിട്ടാവാം, എന്തൊക്കെയോ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ സ്റ്റക്കായി നിന്ന വ്യക്തികളെ കാണുന്നു. അവർക്കൊക്കെ ഇനി ഒരു സൺറൈസിങ് ആണ്, ഒരു യാത്ര വരികയാണ് നിങ്ങളുടെ ലൈഫിൽ. വിദേശയാത്രയാവാം, ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ നിങ്ങൾക്കൊരു യാത്ര വരുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെയോ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുന്നു. നിങ്ങളുടെ ഒരു പഴയ പ്രണയത്തെ ആവാം, അതല്ലെങ്കിൽ പഴയ ഒരു സൗഹൃദമോ ബന്ധമോ നിങ്ങൾക്ക് ഒരുപാട് കോൺഫ്ലിക്റ്റും തടസ്സവും നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് എനർജി തന്ന, ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ തന്നെയാവാം, നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങൾ ഒരുമിച്ച് പൊയ്ക്കൊണ്ടിരുന്ന ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഇനി അവസാനിപ്പിക്കാം എന്നൊരു പൂർണ്ണ തീരുമാനം എടുക്കുന്നൊരു ദിവസമായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിലുണ്ടായ ഒരുപാട് വേദനയും വിഷമവും ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു തിരിച്ചറിവായി കഴിഞ്ഞ് ഇതേ മുന്നോട്ട് കൊണ്ടുപോയാൽ എനിക്കിതിൽ നിന്ന് ഒരു ബെനിഫിറ്റോ ഒരു സമാധാനമോ സന്തോഷവും ഇല്ല, ഞാനപ്പോൾ ഈ ഒരു സാഹചര്യത്തെ അവസാനിപ്പിക്കുക. കാരണം നിങ്ങളുടെ ഫാമിലിയും നിങ്ങളോട് ചേർന്ന് നിന്നവരെല്ലാമായിട്ടൊരു മൈൻഡ് കോൺഫ്ലിക്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് നിങ്ങളെ എവിടെയൊക്കെയോ മാറ്റി നിർത്തപ്പെട്ടു, അവഗണിക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പം നിങ്ങൾ ആ സാഹചര്യം വിട്ടുകളയുന്നതായിട്ടാണ് കാണുന്നത്. അതൊരു വളരെ ഇമോഷണലായ ഒരു ബന്ധത്തെയാണ് നിങ്ങളിനി വിട്ടുകളയുന്നതായിട്ട് കാണാൻ പോകുന്നത് കേട്ടോ. നിങ്ങളിൽ നിന്നും ആ ഒരു സാഹചര്യം
ഉപേക്ഷിക്കുന്നു, നിങ്ങൾ മറ്റൊരു ദിശയിലേക്ക് യാത്ര ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഒരുപാട് രഹസ്യങ്ങൾ ഒളിച്ചു വെച്ച കുറേ വ്യക്തികളെ കാണുന്നുണ്ട്. നല്ല അറിവുള്ള, മറ്റുള്ളവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള കുറേ വ്യക്തികളുടെ എനർജി കയറി വരുന്നുണ്ട്. അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കരിയറിലൊക്കെ നല്ല വിജയം നേടി നിൽക്കുന്നൊരു ടൈമിംഗ് ആണ്. പക്ഷെ അവർ വളരെയധികം ഇമോഷണലി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നേടിയെടുത്തിട്ടും അവർക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ആത്മസംതൃപ്തി ഇല്ലാത്ത കുറേ വ്യക്തികൾ. കരിയറിൽ വിജയിച്ചു, അവർക്ക് മുന്നിൽ പല കാര്യങ്ങളും ഉണ്ടെങ്കിലും അവർക്ക് എല്ലാത്തിനും ഒരു മടുപ്പും വെറുപ്പും ഫീൽ ചെയ്യുന്ന കുറേ ആളുകളെ കാണുന്നുണ്ട്. അതവരുടെ ഫാമിലി സംബന്ധമായ എന്തോ ഒരു നെഗറ്റീവായ ഒരു സാഹചര്യം കൊണ്ടായിട്ടാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. സാമ്പത്തികമായി മറ്റൊരു വ്യക്തിയുടെ ഇടപെടൽ, കിങ് ഓഫ് പെന്റിക്കിൾസ്. അപ്പം അവരുടെ കുടുംബജീവിതത്തിനകത്ത് തന്നെ സാമ്പത്തികമായ കാര്യത്തിൽ മറ്റൊരു വ്യക്തിയുടെ ഇടപെടലിൻ്റെ ഫലമായിട്ടും കരിയർ സംബന്ധമായിട്ടും ഒരു സാമ്പത്തികമായ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്തൊരു ഭയം ഫീൽ ചെയ്യുന്നതായിട്ടുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനാൽ അവരുടെ ആ ഒരു വിജയത്തിൽ അവർക്കൊരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എല്ലാത്തിനോടും മടുപ്പും എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നു. പല കാര്യങ്ങളും അവരുടെ ലൈഫിലേക്ക് വന്നിട്ട് പോലും ഇതിനകത്ത് കുറേ ആളുകൾക്ക് അത് ആസ്വദിക്കാൻ, അവരുടെ വിജയത്തെ ആസ്വദിക്കാൻ സാധിക്കാതെ വിധം ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഫാമിലി സംബന്ധമായിട്ടും സാമ്പത്തികമായി മറ്റൊരു വ്യക്തിയുടെ ഇടപെടൽ അവർക്ക് ഒരു ഭയം ജനിപ്പിക്കുന്നു. അതായത് അവർ പാസ്റ്റിലേക്ക് നോക്കി ഭയന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ലോണോ മറ്റു കാര്യങ്ങളോ എടുത്ത് എന്തെങ്കിലും കരിയർ സംബന്ധമായ ഒരു സക്സസ് നേടിയിട്ട് അതിലൊരു തകർച്ചയോ എന്തെങ്കിലും സംഭവിച്ചതിൻ്റെ ഫലമായിട്ടാവാം അവരുടെ ഉള്ളിൽ വിജയിച്ച് നിൽക്കുമ്പോഴും ഒരു ഭയം. അതായത് സാമ്പത്തികമായ ഒരു ഫിനാൻഷ്യൽ പരമായ ഒരു പ്രോബ്ലത്തിൽ ഭയം അവരുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നു. അത് ഫാമിലിയെ സംബന്ധിച്ചത് ബാധിക്കാത്ത വിധം അവർ നോക്കുന്നുണ്ട്. ഫാമിലിക്ക് അത് ബാധിക്കാത്ത വിധം എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്ന് ശ്രമിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് നല്ല പവറുണ്ട്. ദ എംപററാണ്. അവർക്ക് എന്ത് കാര്യവും ഫൈറ്റിംഗ് ചെയ്ത് വിജയിക്കാൻ കഴിയും. നിങ്ങളൊരു കാരണവശാലും തളരണ്ട. നിങ്ങൾക്ക് അതിനുള്ള ശക്തിയും കരുത്തുമുണ്ട്. നിങ്ങൾ ഏത് കാര്യത്തെ വേണമെങ്കിലും നേരിടാനും നിങ്ങൾക്കതിലൂടെ വിജയം നേടാനും സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. നിങ്ങൾക്കൊരു പുതിയ ലോകം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഊർജ്ജസ്വലവും സക്സസ്സുമായ ഒരു സാഹചര്യം തന്നെയാണ് വരാൻ പോകുന്നതെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് നൽകിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് പെർസ്പെക്റ്റീവ് എന്നാണ്. അതായത് ഉയർന്ന വീക്ഷണകോണിൽ നിന്ന് നിങ്ങളുടെ സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണ്. അതായത് പ്രകാശത്തിൻ്റെ 7ാമത്തെ മാനമാണ് യൂണിക്കോണുകൾ. അതിനാൽ അവർ എല്ലാ കാര്യങ്ങളും ഒരു ദൈവിക വീക്ഷണകോണിൽ കാണുന്നു. അവരുടെ മാർഗനിർദ്ദേശം നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ ഏകകണ്ഠമായ കണ്ണുകളിലൂടെ പരിശോധിച്ച് ആത്മീയമായ ശുദ്ധമായ തീരുമാനങ്ങൾ എടുക്കുക എന്നതാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളിലൂടെ നിങ്ങളെ തിരിച്ചറിയുക എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഏത് സാഹചര്യത്തെയും നിങ്ങൾക്ക് നേരിടാൻ നിങ്ങൾ ശക്തമായ വ്യക്തികളാണ്. നിങ്ങൾക്കതിനുള്ള കഴിവുള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത്. ഫ്യൂച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ പാസ്റ്റിനെ വിട്ട് മുന്നോട്ട് പോകുക എന്നാണ് പറയുന്നത്. അതായത് പാസ്റ്റിലേക്ക് നിങ്ങൾ നോക്കണ്ട, അത് വിട്ട് കളയുക. ഈ കാർഡ് തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫ്യൂച്ചർ സൃഷ്ടിക്കാനാണ്. അപ്പം അതായത് യൂണിക്കോണുകൾ നിങ്ങളെ സഹായിക്കുമെന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ആദ്യം നിങ്ങളുടെ മുൻകാല പരിമിതികൾ ഉപേക്ഷിക്കുക. നിങ്ങളിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ പാസ്റ്റിൽ നിൽപ്പുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഉപേക്ഷിച്ച് കളയുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുൻപോട്ട് പോകുക എന്നാണ് പറയുന്നത്. കാരണം നമ്മളുടെ ചെറിയ ചെറിയ പരാജയങ്ങളൊന്നും ഒരിക്കലും ഒരു പരാജയമോ പിന്നീട് ഒരു അവസരമില്ലായ്മയോ ഒന്നുമല്ല. നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് നല്ലൊരു വിജയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.